നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലം, വൃശ്ചികക്കൂറിന്റെ വിഷുഫലമാണ് ഞാൻ പറയുന്നത്. ഞാൻ 27 നക്ഷത്രക്കാരുടെയും വിഷുഫലം ഞാൻ പറഞ്ഞു. അതുകൂടാതെ ഓരോ നക്ഷത്രക്കാരും വരുന്ന കൂറുകളുണ്ട്. അതായത് മേടം മുതൽ മീനം വരെയുള്ള കൂറുകൾ. ആ കൂറുകളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എന്താണെന്ന് മൊത്തത്തിലുള്ള ഒരു വിശകലനമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയ നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന അന്നാണ് സാധാരണ നാം വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 14 ഏപ്രിൽ 15 വിഷു വരുന്നത്. കാരണം അന്ന് സൂര്യോദയം കഴിഞ്ഞ് രാവിലെ 9:34 ആകുമ്പോഴാണ് ഈ സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഏപ്രിൽ 15 ഈ വിഷു മാറുന്നത്. അപ്പോ ഈ സൂര്യൻ തന്റെ ആ സ്വന്തം രാശിയായ, തന്റെ ഉച്ചരാശിയായ, സ്വന്തം രാശി മാത്രമല്ല, തന്റെ സ്വന്തം ഉച്ചരാശിയായ ആ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ആ സംക്രമ പുരുഷന്റെ ലക്ഷണം 2026 പഞ്ചാംഗ വിധി പ്രകാരം, ആചാര്യന്മാർ എഴുതിയിരിക്കുന്ന പഞ്ചാംഗ വിധി പ്രകാരം ഓരോ നക്ഷത്രങ്ങളെയും 2 വിധത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അതായത് 9 നക്ഷത്രങ്ങളെ ശൂലമെന്നും 18 നക്ഷത്രങ്ങളെ ഷഡ്ഗമെന്നുമാണ് അവിടെ വേർതിരിച്ചിട്ടുള്ളത്. അതിൽ ശൂലത്തിൽ വരുന്ന 9 നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര അനുകൂലമല്ല. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ ഗുണമാണ്. അപ്പോൾ നമുക്ക് ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം ആദ്യത്തെ 15 നാഴികയിൽ വരുന്നവര് അന്ത്യശൂലത്തിലും, അപ്പൊ ശൂലം തന്നെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നുണ്ട്. ശൂലം തന്നെ. അതേപോലെ ഷഡ്ഗമുണ്ട്. ആദി ഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം. അപ്പൊ ഈ നക്ഷത്രം, അതായത് ഈ വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം 15 നാഴികയിൽ വരുന്ന നക്ഷത്രക്കാർ, വിശാഖം കാലി എന്ന് പറയും. ആ നക്ഷത്രക്കാർ അന്ത്യശൂലത്തിൽ ആണ് വരുന്നത്. അത് കഴിഞ്ഞുള്ള മറ്റ് നക്ഷത്രം അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ, അവർ അന്ത്യഷഡ്ഗത്തിലാണ് വരുന്നത്. അപ്പൊ ശൂലത്തിൽ വരുന്ന ഈ വിശാഖം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല വിഷുഫലം. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെയധികം ഗുണകരമായി മാറുന്നതാണ്. അപ്പോ ഈ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് പല വിധത്തിലുള്ള മനക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, കുടുംബത്തിൽ മനസ്വസ്ഥത കുറവും, അതേപോലെ തന്നെ ശത്രുദോഷങ്ങൾ വർദ്ധിക്കാനും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നു കൂടാൻ സാധ്യതയുണ്ട്. അവരുടെ ബന്ധുക്കൾ വരെ ശത്രുക്കളാവും. എന്തിനും കുടുംബാംഗങ്ങൾ വരെ ചിലപ്പോൾ അവർക്ക് ശത്രുതയായി വരും. ഇതുകൊണ്ടാണ്. അതേസമയം ഈ വിശാഖ നക്ഷത്രക്കാർക്ക് 15 നാഴികയിൽ വരുന്ന ആ കാൽഭാഗത്തിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ജാതകപരമായിട്ട് അവർക്ക്
നല്ല ദശാസമയമാണ് അല്ലെങ്കിൽ നല്ല അപഹാര സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ചീത്ത ഫലം, അതായത് അനുകൂലമല്ലാത്ത ഫലത്തിന്റെ ആ ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ അവർ ഈശ്വരാധീനം ഉണ്ടാകുന്ന വിധത്തിലുള്ള വഴിപാടുകൾ സമർപ്പിച്ചാൽ അവർക്ക് ഈ വിഷുഫലമായി ഉണ്ടാകുന്ന ദോഷാനുഭവങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ഈ മറ്റു നക്ഷത്രങ്ങൾ അനിഴം, തൃക്കേട്ട ഇവരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ഒരു ഇതാണ്. കാരണം എല്ലാവർക്കും, എല്ലാ നക്ഷത്രക്കാർക്കും ഒരു സംഭവം നടക്കുമ്പോൾ അത് ഗുണമാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദോഷമുള്ളത് ദോഷമുണ്ടെന്ന് തന്നെ പറയണം. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബഹുമാനങ്ങൾ കിട്ടാൻ പറ്റുന്ന അവസരങ്ങൾ ഇവരെ തേടി വരും. ഇവർക്ക് ബഹുമാനങ്ങൾ കിട്ടാവുന്ന അവസരങ്ങൾ വരും. പുരസ്കാരങ്ങൾ ഇവരെ തേടി വരും. പുരസ്കാരങ്ങൾ, ബന്ധുജനങ്ങളുമായിട്ടുള്ള ഒരു സമാഗമം ഇവർക്കുണ്ടാവുന്നതാണ്. ബന്ധുക്കളായിട്ടൊക്കെ കൂടിക്കഴിഞ്ഞു പോകാനായിട്ടൊക്കെ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. ദീർഘയാത്ര പോകാൻ ഇടവരും. അതായത് പുണ്യസ്ഥലം സന്ദർശിക്കാനോ അതല്ലെങ്കിൽ പുണ്യക്ഷേത്രം സന്ദർശിക്കാനോ അതുപോലെയൊക്കെയുള്ള ദീർഘയാത്ര പോകാനായിട്ട് ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യത കൂടുതലാണ്. പ്രമോഷൻ കിട്ടും. അതുകൂടാതെ അവർക്ക് ശമ്പള വർധനയുണ്ടാകും. അത് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല കേട്ടോ. ഈ നക്ഷത്രത്തിൽ വരുന്ന മറ്റ് ഉദ്യോഗസ്ഥ ജോലിക്കാരല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ചും തൊഴിൽപരമായി ഉന്നതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഈ വിഷുപരമായി ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് ഈ അവസരത്തിൽ വന്നു ചേരും. കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷവും കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യതയും ഈ വിഷുപരമായി ഉണ്ടാകുന്നതാണ്. സ്നേഹിതന്മാരുടെ ഒരു സമാഗമം, ഒത്തുചേരൽ, അതായത് ഇവരുടെ സ്നേഹിതന്മാരായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു ഒത്തുചേരൽ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഉല്ലാസയാത്ര പോകാനായിട്ട് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് വിജയമുണ്ടാകും. ഇവരെന്ത് കാര്യം ചെയ്യണമെങ്കിലും ആ ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന വിധത്തിലായിരിക്കും കാര്യങ്ങൾ വന്ന് സംഭവിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഒരു നാൾ ഇവരെ തള്ളിപ്പറഞ്ഞു പോയ, അകന്നുപോയ ചില ആൾക്കാരുണ്ട്. അവര് ഈ വിഷുഫലമായി ഇവരിലേക്ക് അടുത്ത് വരും. ഇവരെ അന്വേഷിച്ച് വരും. ഇവര് അകന്നുപോയവര് അടുത്ത് വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാവും. ശത്രുദോഷം ഇല്ലാതാവും. പല വിധത്തിൽ ശത്രുദോഷം അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ശത്രുദോഷം ഇവർക്ക് ഏൽക്കാണ്ട് പോകും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു സമയമാണ് ഇവർക്ക് വിഷുപരമായി ഉണ്ടാകുന്നത്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവും. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ജനങ്ങൾ തയ്യാറാവുന്ന അവസ്ഥ ഉണ്ടാവും. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അത് കേൾക്കാനും ഒക്കെ അവസരങ്ങൾ ഇവർക്കുണ്ടാവും. ജനങ്ങൾ ഇവരുടെ അടുത്തു വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും. രാഷ്ട്രീയക്കാർക്ക് അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് പ്രശംസയും ആശംസകളും കിട്ടുന്ന സമയങ്ങളും വിഷുഫലമായി ഉണ്ടാകുന്നതാണ്. കലാകാരന്മാരെ സംബന്ധിച്ച്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പൊ പല ഫീൽഡിൽ നാടകം, മിമിക്രി അല്ലെങ്കിൽ സിനിമ, അതേപോലെയുള്ള കലാരംഗം എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള കലാരംഗമുണ്ട്. ആ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഈ നക്ഷത്രക്കാരായവർക്ക് പുരസ്കാരങ്ങൾ കിട്ടാൻ അവസരങ്ങൾ വരുന്നതാണ്. വിഷുപരമായിട്ട് അവർക്ക് പുരസ്കാരങ്ങൾ ഇവരെ തേടി വരും.
ഇപ്പോ പൊതുവെ നോക്കുമ്പോൾ ഈ വൃശ്ചിക കൂറുകാരിൽ വിശാഖംകാരൊഴിച്ച് ബാക്കി 2 നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങൾ കൈവരുന്ന ഒരു വിഷുഫലമാണ് ഇവർക്കുണ്ടാവുന്നത്. വിശാഖത്തിന്റെ കാൽഭാഗത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണകരമാകില്ല. എന്നാൽ അവർ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകൾ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ആ ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ അവർ ആർക്ക് വഴിപാട് നടത്തണം? അവരുടെ കുടുംബ പരദേവതക്ക് വഴിപാട് നടത്താം. അതുകൂടാതെ നവഗ്രഹങ്ങൾക്ക് വഴിപാട് നടത്താം. കാരണം ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമല്ലാതെ ഏതെങ്കിലും ഗ്രഹം നിൽപ്പുണ്ടെങ്കിൽ ആ ഗ്രഹത്തിനെയും കൂടി അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്യാൻ പറയുന്നത്. അതിവരുടെ പക്കപ്പിറന്നാളിന്റെ അന്ന് പോയി ചെയ്താൽ വളരെ ഗുണകരമാണ്. അതുകൂടാതെ 1 മാസം മാത്രം പോരാ, ചുരുങ്ങിയത് ഒരു 3 പക്കപ്പിറന്നാളിനെങ്കിലും ഇവരുടെ നാളിൻ്റെ അന്ന് നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്താൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ എപ്പോൾ വേണമെങ്കിലും പോകാം. കാരണം ഒരു കുടുംബ പരദേവതയെ നമ്മൾ സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ആ കുടുംബത്തിന്റെ ഒരു ദേവതയാണ് അത്. നമ്മൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിന് നമ്മൾ സമയവും സന്ദർഭമൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ കുടുംബ ദേവതയെ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവിടെ ചെന്ന് ആ കുടുംബ ദേവതയുടെ കാര്യങ്ങൾ പറയാം, പ്രാർത്ഥിക്കാം, വഴിപാടുകൾ നടത്താം. തീർച്ചയായിട്ടും ഇവർക്ക് അങ്ങനെ ചെയ്താൽ ദോഷാനുഭവങ്ങളും കുറഞ്ഞു കിട്ടും. ഈ വൃശ്ചിക കൂറുകാരുടെ വിഷുഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.